നിങ്ങൾ വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. നിങ്ങളെ ഒരാൾ സ്ഥിരമായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് എന്നും വരുന്നു, നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഒരു ദിവസം 100-ലധികം മെയിലുകൾ അയക്കുന്നു, നിങ്ങളുടെ പേരൻസിനെ ത്രട്ടൻ ചെയ്യുന്നു, നിങ്ങളുടെ എക്സിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങളെ ഒരാൾ ശല്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഈ പറഞ്ഞത് വെറും ഒരു ഇമാജിനറി പ്ലോട്ട് അല്ല, ഇത് റിയൽ ആയിട്ട് ഒരാളുടെ ലൈഫിൽ നടന്ന കാര്യമാണ്. ഈ വർഷം നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുള്ള ഒരു മിനി വെബ് സീരീസ് ആണ് ഇന്നത്തെ എൻ്റെ സജഷൻ. സോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഫ്ലെക്പിക്സ്. നമ്മുടെ കഥാനായകൻ ധോണി ലണ്ടനിലെ ഒരു പബ്ബിൽ ബാർ അറ്റൻഡറായിട്ട് വർക്ക് ചെയ്യാണ്. ഒരു ദിവസം ഈ പബ്ബിലേക്ക് മാർത്ത എന്നൊരു ലേഡി കടന്നു വരും. ആള് വളരെ ഡെസ്പറേറ്റ് ആയിട്ടാണ് പബ്ബിലേക്ക് വരുന്നത്. അപ്പോൾ മാർത്തയെ ഒന്ന് ചിയറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ധോണി അവർക്കൊരു കോഫി ഓഫർ ചെയ്യുന്നു. അന്ന് ആ ഏണിയെടുത്ത് ധോണി തലയിൽ വെക്കുകയാണ്. അവിടെ തുടങ്ങുന്ന പരിചയം മാർത്ത പതിയെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ധോണിയെ നിരന്തരം പേഴ്സണലായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ മാർത്ത സ്റ്റോക്ക് ചെയ്യുന്നു. കൂടാതെ മാർത്ത ധോണിയുടെ പേരൻസിനെ വിളിച്ച് ത്രട്ടൻ ചെയ്യുന്നു, ധോണിയുടെ എക്സിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഗതികെട്ട് ധോണി പോലീസിലെ മാർത്തയ്ക്കെതിരെ കംപ്ലൈന്റ് ചെയ്യുന്നു. ധോണി പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്ന രംഗമാണ് സീരീസിന്റെ തുടക്കം. ധോണി കംപ്ലൈന്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കംപ്ലൈന്റ് ചെയ്യാൻ വൈകിയതെന്ന്. അതിന് ധോണിയുടെ പാസ്റ്റ് ലൈഫായിട്ട് കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ട്, അത് സീരീസിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഒറ്റ സീസണിൽ 6 എപ്പിസോഡ്സ് ആണുള്ളത്. ഒറ്റ ഇരിപ്പിൽ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും. റിച്ചാർഡ് ഗാർഡ് എന്നയാള് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള 1 Man Show എന്ന ബുക്കിനെ ആസ്പദമാക്കിയിട്ട് ചെയ്തിട്ടുള്ള ഒരു മിനി വെബ് സീരീസ് ആണ് ബേബി റെയിൻഡിയർ. സീരീസിലെ പ്രധാന കഥാപാത്രമായ ധോണി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നതും റിച്ചാർഡ് ഗാർഡ് തന്നെയാണ്. അത്യാവശ്യം എൻഗേജിങ് ആയിട്ടുള്ള ഡാർക്ക് കോമഡി ത്രില്ലർ വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു മിനി സീരീസ് ആണ് ബേബി റെയിൻഡിയർ. നിങ്ങൾ ബേബി റെയിൻഡിയർ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സീരീസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.